ഇൻസ്റ്റൻറ്റ് റവ വട തയ്യാറാക്കാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് തൈരാണ്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അര കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് അധികം പുളിപ്പില്ലാത്തത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തൈര് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരല്പം ലൂസായിട്ടുള്ള പരുവത്തിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇനി മൂടി വെച്ചിട്ട് 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 10 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി സവാള നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത്, ഒരു പച്ചമുളക് നുറുക്കിയത്, 2 തണ്ട് കറിവേപ്പില നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പിൻ്റെ അളവ് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കൈ മുക്കിയതിന് ശേഷം ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ കൈവിളയിൽ വെച്ചിട്ട് തള്ളവിരൽ കൊണ്ട് ഹോളുണ്ടാക്കി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒറ്റത്തവണ 5 വട ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ആയതിനു ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് റവ വട റെഡി.